ബംഗാളിലെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തുകൊണ്ട് ഈ മാസം 5-ന് കൊൽക്കത്തയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അരുൺ ഗോയൽ പങ്കെടുത്തിരുന്നില്ല. അസുഖമായതിനാൽ ഡൽഹിക്ക് മടങ്ങിയെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഗോയലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും അഭിപ്രായ ഭിന്നത കാരണമാണ് വിട്ടുനിന്നതെന്നുമാണ് വിവരം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് കൊൽക്കത്തയിലെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. പിന്നീട് മാർച്ച് 7-ന് നടന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അരുൺ ഗോയൽ പങ്കെടുത്തിരുന്നു. എന്നാൽ പിറ്റേന്ന് ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയ്ക്കൊപ്പമുള്ള ചർച്ചകളിൽ പങ്കെടുക്കാതെ ഗോയൽ രാജിക്കത്ത് നേരിട്ട് രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. രാജിക്കത്ത് അയച്ചതിനു പിന്നാലെ അരുൺ ഗോയലിനെ അനുനയിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടത്തിയിരുന്നതായും സൂചനയുണ്ട്. ഗോയലിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചതോടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം നടപടികൾ തുടങ്ങി. ഈ മാസം 13-നോ 14-നോ സെർച്ച് കമ്മിറ്റി ചേരും. നിയമനത്തിന് അംഗീകാരം നൽകാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള പാനൽ 15-ന് ചേർന്നേക്കും. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭയിലെ മറ്റൊരംഗം, പ്രതിപക്ഷ നേതാവോ ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവോ ഉൾപ്പെടുന്ന സമിതിയാണ് കമ്മീഷണർമാരെ നിയമിക്കുന്ന പാനലിൽ ഉൾപ്പെടുന്നത്. കേന്ദ്ര നിയമമന്ത്രിയും ആഭ്യന്തര, പേഴ്സണൽ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരും അടങ്ങുന്ന സെർച്ച് കമ്മിറ്റി 5 പേരുകൾ വീതം ഉൾപ്പെടുന്ന 2 ചുരുക്കപ്പട്ടികയാണ് നിയമസമിതിക്ക് സമർപ്പിക്കുക. മറ്റൊരു കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡെ കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു. ഇതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 2 ഒഴിവ് വന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.